friends, good morning. This is Jindu. Welcome back to my YouTube channel. I hope everyone is doing well. Today's video is our second day of sightseeing in Montreal. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് തുടങ്ങിയാലോ? നമ്മൾ സ്റ്റേ ചെയ്തത് ഹിൽട്ടണിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മുടെ പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ബേക്കൺ സ്ക്രാമ്പിൾഡ് എഗ് ആൻഡ് ഫ്രൈഡ് പൊട്ടേറ്റോസ് ആയിരുന്നു. റോബിൻ്റെത് അവക്കാഡോ ടോസ്റ്റ് വിത്ത് ഫ്രൈഡ് പൊട്ടേറ്റോസ്. റായിൻ്റെതെന്ന് പറയുന്ന ഒരു പാൻ കേക്ക് ആയിരുന്നു, ബ്ലൂബെറി പാൻ കേക്ക്സ്. മോൺട്രിയലിൻ്റെ അട്രാക്ഷൻസിൽ ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ വരുന്നതാണ് ഇവിടുത്തെ കാത്തീഡ്രൽസും അതുപോലെ തന്നെ ബസിലിക്കാസും ഒക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിപുരാതന ശൈലിയിൽ നിർമ്മിതമായിട്ടുള്ള ഒരു കാത്തീഡ്രലാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ദ ക്രൈസ്റ്റ് ചേർച്ച് കാത്തീഡ്രൽ എന്നാണ്. ഗാത്തിക് റിവൈവൽ സ്റ്റൈലിലുള്ള ഒരു ചർച്ചാണ് കേട്ടോ ഇത്. 17-18 നൂറ്റാണ്ട് മുതൽ ഇംഗ്ലണ്ടിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ആരാധനാലയങ്ങൾ ഉയരമേറിയതും ഒതുങ്ങിയതുമായി നിർമ്മിക്കുന്ന ഒരു രീതി നിലവിൽ വന്നു. ഉയരമുള്ള പോയിന്റഡ് ആർച്ചസ്, നിറം പിടിപ്പിച്ച കണ്ണാടികൾ, അവയിൽ വരച്ചിരിക്കുന്ന ബൈബിളിൽ നിന്നുള്ള ചിത്രങ്ങൾ എന്നിവയാണ് ഇങ്ങനെ നിർമ്മിക്കുന്ന ദേവാലയങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുന്നിലാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ. പക്ഷേ ഞാനുള്ളത് മോൺട്രിയലിലാണ്. മേരി ക്വീൻ ഓഫ് ദ വേൾഡ് കാത്തീഡ്രലിൻ്റെ മുന്നിലാണുള്ളത് കേട്ടോ. 1875 പണി തുടങ്ങി 1894 ഈ ചർച്ചിൻ്റെ നിർമ്മിതി കംപ്ലീറ്റ് ആയത്. അതും ഒരു റോമൻ മോഡൽ നിയോ ഗാത്തിക് സ്റ്റൈലിലാണ് ഈ ഒരു ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ടോപ്പിലായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് 12 അപ്പോസ്റ്റൽസ് ആണ് എന്നാണ് കേട്ടോ. അതായത് 12 അപ്പോസ്തോലന്മാരാണ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ 13 പേട്രൺ സെയിൻസിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് ഇരിക്കുന്നത് കേട്ടോ. അതായത് സംരക്ഷക വിശുദ്ധന്മാർ എന്നാണ് പറയുന്നത് മോൺട്രിയലിലെ. അപ്പോൾ അതാണ് ഈ ഒരു ചർച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ചർച്ചിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. Lui-même, après le repas, il prit la coupe. De nouveau, il rendit grâce et la donna à ses disciples en disant: Prenez et buvez-en tous, car ceci est la coupe de mon sang. À ses disciples en disant: Prenez et mangez-en tous, ceci est mon corps livré pour vous. Faites cela en mémoire de moi. സംരക്ഷക വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ ആലോചിച്ച് ഇറങ്ങി വന്നപ്പം അവരുടെ കൂട്ടത്തിൽ 2 പേര് ഇരിക്കണം. ഒന്ന് ആലോചിച്ചപ്പോൾ അതിലൊരാൾ എന്നെ സംരക്ഷിക്കുന്നതും മറ്റേയാളെ ഞാൻ സംരക്ഷിക്കുന്നതുമാണ് കേട്ടോ. ലഞ്ച് ടൈം ആയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കുന്നത് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് മാർഗരീറ്റ പിസ്സ, ബ്രൂസ്കെറ്റ ആൻഡ് ദെൻ ഫ്രൈഡ് കാലമാരി, പിന്നെ ഷ്രിമ്പ് ആൻഡ് സുക്കിനി. അതെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു ഒരു ആപ്പറ്റൈസറായിട്ട്. നമ്മൾ അങ്ങനെ ഓൾഡ് പോർട്ട് ഓഫ് മോൺട്രിയലിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഓൾഡ് മോൺട്രിയൽ സിറ്റിയുടെ അടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ടൺസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു ഫുൾ ഡേ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഉള്ള കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ ചെയ്യാനായിട്ട്. നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് ഒരു സ്കൈ വീലാണ്. ഈ കാണുന്ന റിവർ കണ്ടോ, ഇത് സെയിൻറ്റ് ലോറൻസ് റിവർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമുക്കിപ്പം പെഡൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെ അതൊക്കെ റെൻ്റലിന് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ സെഗ്വേ, റോളർ ബ്ലേഡിങ്, അതുപോലെ തന്നെ വോക്ക് ചെയ്യാനുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ഈവനിങ് വോക്കിന് പറ്റുന്ന അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു മോൺട്രിയൽ ക്ലോക്ക് ടവർ ഉണ്ട്, അതും അടിപൊളി ഒരു വ്യൂ ആണ്. നമ്മൾ ചെയ്തത് സ്കൈ വീലാണ് കേട്ടോ. ആ സ്കൈ വീല് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സിറ്റിയുടെ ഫുൾ വ്യൂ അതിന് മുകളിലിരുന്ന് കാണാം.
അപ്പോൾ ഒരു 3 to 4 5 ടൈംസ് എങ്ങാണ്ടും അവർ ആ സ്കൈ വീലിൽ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ടൈം എടുത്ത് തന്നെയാണ് നമ്മൾ അതൊരു കാണുന്നത് കേട്ടോ സിറ്റി. Oh my goodness, he's so high. I can see me. I was a kid. Oh, I'm gonna get scared. ഇപ്പം നമ്മൾ ഏകദേശം മോൺട്രിയലൊക്കെ ഒന്ന് കണ്ടില്ലേ. ഇനി ഇവിടെ ഒരു സീക്രട്ട് ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതായത് ഈ കണ്ട മോൺട്രിയൽ സിറ്റിയുടെ താഴെ അണ്ടർഗ്രൗണ്ടിൽ വലിയ ഒരു സിറ്റി കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പം അതിലേട്ടുള്ള എൻട്രൻസ് തപ്പിയുള്ള നടത്താണ് കേട്ടോ ഇപ്പം ഈ കാണുന്നത്. ഭൂമിയുടെ അടിയിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റിയുടെ നിർമ്മാണം 1962 കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവിടെ 1600-ലധികം സ്റ്റോറുകളും അതുപോലെ സർവീസ് സെൻറ്ററുകളും കണക്റ്റഡ് ആണ്. ഇവിടെയുള്ള ടണൽസ് എല്ലാം തന്നെ ഹോട്ടൽസ് ആയിട്ടും ബിൽഡിങ്സ് ആയിട്ടും അതുപോലെ തന്നെ ഓഫീസ് ടവേഴ്സ് ആയിട്ടും ഒക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. ഇവിടെ ഒത്തിരിയധികം ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ക്ലൈമറ്റ് കൺട്രോളിൽ വലിയൊരു പാർട്ട് ഈ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിക്ക് ഉണ്ട് കേട്ടോ. എങ്ങനെയാണെന്നല്ലേ, ഇവിടെ മോൺട്രിയലിലും ക്യൂബക്കിലും ഒരു ഫ്രീസിങ് കോൾഡാണുള്ളത്. ഇവിടുത്തെ ഹാർഷ് വെതറിൽ മോൺട്രിയലിലുള്ള ആളുകളെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കണക്റ്റിംഗ് ടണേഴ്സും അതുപോലെ തന്നെ സബ്വേസും ഒത്തിരിയധികം ഹെൽപ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ. ആളുകൾക്ക് ഈസി ആയിട്ട് ഡൗൺ ടൗണിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. Not going to the machine, right? Yeah. You need one person? Get ready, okay? So Jindu, basically all it is, it's a mall underneath the ground. A mall that you were here yesterday. യൂറോപ്പിന്റെ മുഴുവൻ ഭംഗി ഒപ്പിയെടുത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ് ക്യൂബക്ക്, അതുപോലെ തന്നെ മോൺട്രിയൽ. ആടിയും പാടിയും കഴിച്ചും കുടിച്ചും അറിവ് നേടിയും ഒരു അതിമനോഹരമായ യാത്ര. ഒട്ടും നാശം സംഭവിക്കാതെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പറിച്ചു നടപ്പെട്ട സംസ്കാരത്തിനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പ്രിസർവ് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. സിറ്റി കണ്ടിട്ടും മതിയാകാത്ത കാരണം നമ്മളൊരു സൈറ്റ് സീയിങ് ബസ് ടൂർ കൂടെ ചെയ്തായിരുന്നു കേട്ടോ. അതായത് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ഡബിൾ ഡെക്കർ ബസ് ടൂറാണ് നമ്മൾ ചെയ്തത്.
വന്നിട്ട് എങ്ങനെ പുട്ടിൻ കഴിക്കാതെ പോവുക അല്ലേ? അപ്പോൾ പുട്ടിനും അതോടൊപ്പം തന്നെ സ്മോക്ഡ് മീറ്റും കൂടെ കൂടിയിട്ട് രണ്ടും കൂടെ കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ട്രൈ ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇനി ക്യൂബക്കിലേക്ക് പോവുകയാണ്. അടുത്ത വീഡിയോയിൽ ക്യൂബക്കിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.